കൊല്ലം ജില്ലയിൽ ESI മെഡിക്കൽ കോളേജ് ആശുപത്രിക്കായി വീണ്ടും അനുമതി ലഭിച്ചു. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന വികസന കാഴ്ചപ്പാടില്ലാത്ത പദ്ധതി എന്ന വിമർശനവും ഇതിനെതിരെ ഉയരുന്നു. തൊഴിൽ സംരംഭക മേഖലയിലേക്ക് മുതൽക്കൂട്ടാകുന്ന വികസനമാണ് കൊല്ലം ജില്ലയുടെ ആവശ്യം. ഇതാണ് ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യൽ. ഒരു ജില്ലയിൽ 2 മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വേണോ എന്നതാണ് പ്രധാനമായും ഇവിടെ ഉയരുന്ന ചോദ്യം. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ 33 ഏക്കർ സ്ഥലത്ത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ESI കോർപ്പറേഷൻ 2013 നിർമ്മാണം പൂർത്തിയാക്കിയ ESI മെഡിക്കൽ കോളേജ്. നിർമ്മാണ ചെലവ് 480 കോടി രൂപ. സർക്കാർ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന കൊല്ലം ജില്ലയിലെ ജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് അതോടെ യാഥാർത്ഥ്യമായത്. എന്നാൽ 2014 മെഡിക്കൽ കോളേജിന്റെ ചെലവ് ESI കോർപ്പറേഷൻ ഫണ്ടിനേക്കാൾ അധികമാണെന്ന സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചു. തുടർന്ന് 2016 കേരള സർക്കാർ ESI മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. കെട്ടിടങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. പക്ഷേ ആശുപത്രി സൗകര്യങ്ങളിൽ പരാതികൾ ഒഴിഞ്ഞ നേരമില്ലായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക്. 10 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങൾ വിഭാവനം ചെയ്തെങ്കിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ കുറവും ആവശ്യത്തിനുള്ള മറ്റു ജീവനക്കാർ ഇല്ലാത്തതും രോഗികളെ വലച്ചു. ഈ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ ആരോഗ്യരംഗത്ത് ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നിരിക്കെയാണ് കൊല്ലം ജില്ലയിലേക്ക് വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. രാജ്യത്തു പ്രഖ്യാപിച്ച 10 ESI മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കൊല്ലത്ത് വരുന്നത്. കേന്ദ്ര സർക്കാർ നയമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള നിരന്തര പരിശ്രമത്തിന്റെ വിജയം എന്നാണ് കൊല്ലത്ത് നിന്നുള്ള പാർലമെന്റ് അംഗം NK പ്രേമചന്ദ്രൻ MP പറഞ്ഞത്. നിലവിൽ ഇതിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതാകട്ടെ കൊല്ലം നഗരത്തിൽ 16.4 ഏക്കറിൽ പ്രവർത്തനം നിലച്ച് അടഞ്ഞുകിടക്കുന്ന നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പാർവതി മില്ലുള്ള സ്ഥലമാണ്. പൊതുമേഖലാ വസ്ത്രനിർമ്മാണ സ്ഥാപനമായ പാർവതി മിൽസ് ലിമിറ്റഡ് നഷ്ടത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ നഗരത്തിലുള്ള ചില സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് തിരിച്ചടിയാകുമെന്നതിനാൽ അന്ന് അത് നടക്കാതെ പോയി എന്നാണ് വിമർശനങ്ങൾ ഉണ്ടായത്. അതിനെ തുടർന്നായിരുന്നു പാരിപ്പള്ളിയിൽ ESI കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതും. ഇന്നിപ്പോൾ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന വികസന കാഴ്ചപ്പാടില്ലാത്ത പദ്ധതി എന്ന വിമർശനം വീണ്ടും ഉയരുകയാണ്. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് സർക്കാർ വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പാർവതി മില്ലാണ് ESI മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. നിലവിൽ പ്രവർത്തനരഹിതമായി ഇവിടെ പക്ഷേ 30 ജീവനക്കാരുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. നിലവിൽ ഒരു മെഡിക്കൽ കോളേജ് ഉള്ള സ്ഥിതിക്ക് പിന്നൊരു മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യം ടൗണിൽ വരുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു വ്യവസായം തന്നെ കൊണ്ടുവരണം. അത് നാനോ ഇൻഡസ്ട്രി ആയാലും കഴിഞ്ഞ പാർലമെൻറ്റ് മിനിസ്ട്രി ഇരുന്ന സമയത്ത്, കഴിഞ്ഞ കേന്ദ്ര സർക്കാർ ഇരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ MP ഇവിടെ പറഞ്ഞിരുന്നത് അത് നാനോ ടെക്നോളജി, ടെക്സ്റ്റൈലിൽ തന്നെ നാനോ ടെക്നോളജി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ കേരള സർക്കാരായിട്ട് ഒരു ESI കോർപ്പറേഷൻ ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ പുതിയൊരു സ്ഥലം കണ്ടെത്തി അതിനുവേണ്ടി കോടികൾ ചിലവഴിച്ച് അതിനുവേണ്ടി സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഇവിടെ ഏകദേശം അന്ന് 3000-ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് അതുപോലെ അവരുടെ ആശ്രിതർക്ക് വീണ്ടും ഒരു തൊഴിൽ സംരംഭം ഇവിടെ വരണം. ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു IT പാർക്ക് ആണെങ്കിലും കാര്യം കൊല്ലത്തിൻ്റെ നഗര പ്രദേശത്ത് കിടക്കുന്നുണ്ട്. ഈ വസ്തുവിൻ്റെ 2 സൈഡിലും വഴിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യവസായ പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കും ഇതിനകത്തൊരു ജോലി കിട്ടും. അതിൽ 10,000-3000 ആളുകൾക്കും ജോലി കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ കോളേജോ ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ അടുത്ത് കിടപ്പുണ്ട്. പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. ആത്രാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനെക്കാട്ടും നല്ലതൊരു വ്യവസായ പാർക്ക് വരുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 6 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ട് ഞങ്ങളിവിടെ രാവിലെ വരുന്നു പോകുന്നു. ഞങ്ങളിവിടെ അകത്ത് കൊച്ചു പണികളെ കൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി നേരത്തെ പോകാനുള്ള സംവിധാനമുണ്ട്. എത്രയും പെട്ടെന്ന് വന്നാൽ IT പാർക്ക് ആയാലും മെഡിക്കൽ കോളേജായാലും വന്നാലും എത്രയും പെട്ടെന്ന് വന്നാൽ ഞങ്ങൾക്കൊരു അത്യാവശ്യക്കാർ ഞങ്ങളുടെ ഒരു നോമിനിക്കൊരു ജോലിയും കിട്ടും. ഞങ്ങളുടെ അവകാശങ്ങളും വാങ്ങിച്ച് ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ആനുകൂല്യം കിട്ടി ഞങ്ങൾക്ക് പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, കൊല്ലം ജില്ലയിൽ ESI മെഡിക്കൽ കോളേജ് വീണ്ടും എത്തുമ്പോൾ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന വിമർശനമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയൊക്കെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? ESI ആശുപത്രി, ESI സ്പെഷ്യാലിറ്റി,
സർക്കാർ ആശുപത്രി, ഒപ്പം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ്. ജില്ലയിൽ ഇത്തരം ആരോഗ്യ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോഴാണ് വീണ്ടും ESI മെഡിക്കൽ കോളേജ് ജില്ലയിലേക്ക് എത്തുന്നത്. ഈ ഒരു വരവിനെയാണ്, അല്ലെങ്കിൽ ജില്ലയിൽ വീണ്ടും ഇത്തരത്തിൽ ആരോഗ്യരംഗത്തേക്ക് ഒരു മെഡിക്കൽ കോളേജ് എത്തുന്നതിനെ ജനങ്ങൾ എതിർക്കുന്നുണ്ടോ? മറ്റൊന്നുമല്ല, കാരണം നിലവിലുള്ള ആരോഗ്യ സംവിധാന രംഗങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാൽ ജില്ലയിലെ ആരോഗ്യരംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാമെന്നിരിക്കെയാണ് വീണ്ടും കോടികൾ മുടക്കി ഒരു ESI മെഡിക്കൽ കോളേജ് ഇവിടേക്ക് എത്തുന്നത്. അതിനെയാണ് ജനങ്ങൾ എതിർക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പാർവതി മിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 16.43 ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് വീണ്ടും ഈ ESI മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ അവിടം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് യുവാക്കൾക്ക് ഇടയിലുള്ള തൊഴിൽ സംരംഭക മേഖലയിലായാൽ കൂടി അങ്ങനെ ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് തൊഴിൽ സംരംഭകരെ വളർത്തിയെടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതല്ലേ കൂടുതൽ പ്രയോജനം ചെയ്യുക നാടിന് എന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള ജനങ്ങളുടെ, അല്ലെങ്കിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഉയർത്തുന്ന ഒരു ആവശ്യം. അത് കണക്കിലെടുക്കാതെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇതിൽ ആൾക്കാർ പറയുന്ന മറ്റൊരു പ്രധാനമായ ആരോപണം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് ESI മെഡിക്കൽ കോളേജ് ജില്ലയിലേക്ക് എത്തുന്നതിനുള്ള വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അന്ന് ആ മെഡിക്കൽ കോളേജ് ജില്ലയിലേക്ക് എത്തുന്നതിന് ഈ പാർവതി മില്ല് നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെ ഈ മെഡിക്കൽ കോളേജ് എത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പക്ഷേ അന്ന് രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ആ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ ഒരു ആശയം അത് ഇവിടെ നിന്നും അകറ്റി നിർത്തിയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് അന്ന് ESI മെഡിക്കൽ കോളേജിന്റെ വരവിനെ രാഷ്ട്രീയമായി ചിലർ എതിർത്തത്. ആ എതിർപ്പ് നിലനിൽക്കെ അന്ന് പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. ആ ESI മെഡിക്കൽ കോളേജ് നടത്തിപ്പിലെ ചില ബുദ്ധിമുട്ടുകൾ കാരണം സർക്കാർ ഏറ്റെടുത്ത. സുധീഷ് സൂചിപ്പിച്ച പോലെ കൊല്ലം ജില്ലയിൽ ESI മെഡിക്കൽ കോളേജ് വീണ്ടും എത്തുമ്പോൾ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി അവിടെ ഉയരുന്നുണ്ട്.